ഹലോ ഫ്രണ്ട്സ്, വില്ലേജ് ഫുഡ് മെമ്മറീസ് ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ഈസി ആയിട്ട് 5 മിനിറ്റിനുള്ളിൽ തയ്യാറാക്കാവുന്ന ഒരു എഗ് ഫ്രൈഡ് റൈസാണ്. ചോറും മുട്ടയും സോയാ സോസും ഗ്രീൻ ഒണിയനും എണ്ണയും മാത്രം മതി ഇത് തയ്യാറാക്കാൻ. ഓപ്ഷണലായിട്ട് നമുക്ക് വെജിറ്റബിൾസും മല്ലിയിലയും പെപ്പറും ഒക്കെ ചേർക്കാം. എല്ലാവർക്കും ഈസി ആയിട്ട് തയ്യാറാക്കാൻ വേണ്ടി ഇൻഗ്രീഡിയൻസ് ഞാനിവിടെ പരിചയപ്പെടുത്തുകയാണ്. 1 കപ്പ് അരിയുടെ ചോറ്, 4 മുട്ട, 1/4 കപ്പ് വീതം ക്യാരറ്റ്, ബീൻസ്, മട്ടർ, ഇത് ഓപ്ഷണലാണ്. കുറച്ച് ഗ്രീൻ ഒണിയൻ, 2 ടേബിൾ സ്പൂൺ സോയാ സോസും 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും കൂടി യോജിപ്പിച്ചത്, 4 ടേബിൾ സ്പൂൺ എണ്ണയാണ്. അതിൽ 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലും 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്തതാണ്. ഒരു 1/2 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ പെപ്പർ പൗഡറും എടുത്തിട്ടുണ്ട്. അതോടൊപ്പം കുറച്ച് മല്ലിയില, ഇത് ഓപ്ഷണലാണ്. ഫ്രൈഡ് റൈസ് തയ്യാറാക്കുന്നതിന് മുമ്പ് ഈ 4 മുട്ടയും 1 പിഞ്ച് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. ഫ്രൈഡ് റൈസ് തയ്യാറാക്കാൻ വേണ്ടി ഞാനൊരു നോൺ സ്റ്റിക്ക് വോക്ക് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുകയാണ്. എണ്ണ ഏകദേശം ചൂടായ ശേഷം ഞാൻ വെജിറ്റബിൾസ് ഇട്ട് ചെറുതായിട്ടൊന്ന് വഴട്ടിയെടുക്കുകയാണ്. ടെൻഡർ ആയിട്ടുള്ള ബീൻസ് ആണെങ്കിൽ, അതുപോലെ മട്ടറും കൂടെ ആണെങ്കിൽ അത് വളരെ പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്യും. വെജിറ്റബിൾസ് ഒന്ന് ഹാഫ് കുക്ക് ആകുമ്പോൾ 1 പിഞ്ച് ഉപ്പ് വിതറി കൊടുക്കുക. ഇനി വെജിറ്റബിൾസ് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് നടുക്കോട്ട് ബീറ്റ് ചെയ്തിരിക്കുന്ന മുട്ട ഒഴിച്ചു കൊടുക്കുക. മുട്ടയൊന്ന് ഇളക്കി കൊടുക്കുക. മുട്ട ഒന്ന് ഫ്രൈ ആയതിനു ശേഷം അല്പം കൂടെ എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി ചോറ് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ബാസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. ഒരു 1/4 ഭാഗം കുക്ക് ചെയ്തതിന് ശേഷം ഈ റൈസ് ചൂട് മാറ്റി അല്പസമയം ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുത്താൽ ഇത് വളരെ നല്ലതാണ്. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും റൈസും ഇതിനു വേണ്ടി ഉപയോഗിക്കാം. വുഡൻ സ്പാച്ചുല കൊണ്ട് ഇളക്കുന്നതായിരിക്കും നല്ലത്. ലെയർ ചെയ്തിട്ട് ഇളക്കണം, അല്ലെങ്കിൽ ചോറ് ഉടഞ്ഞു പോകും. ബാക്കിയുള്ള ഓയിലും കൂടെ നമുക്കിപ്പോൾ ചേർത്ത് കൊടുക്കാം. നല്ല ടെമ്പറേച്ചർ ഇട്ടിട്ട് വേണം, ഹൈ ഫ്ലെയിമിൽ വേണം ഈ ഫ്രൈഡ് റൈസ് കുക്ക് ചെയ്യാൻ. ഇപ്പോൾ തണുത്ത ചോറിൻ്റെ തണുപ്പൊക്കെ മാറി വരുന്നു. ഏകദേശം 1 മിനിറ്റ് കഴിഞ്ഞു. ഇനി ഞാൻ സോയാ സോസും കെച്ചപ്പും കൂടെ മിക്സ് ചെയ്തത് ചേർത്ത് കൊടുക്കുകയാണ്. ചേർത്ത് കൊടുക്കുമ്പോഴത് വോക്കിൻ്റെ സൈഡിൽ കൂടെ ഒഴിച്ചു കൊടുക്കണം. ഞാൻ ചേർത്ത് കൊടുത്ത സോയാ സോസിൽ ഉപ്പുണ്ട്. അതുകൊണ്ട് ഇനി ഉപ്പ് നോക്കിയിട്ട് മാത്രം അഡീഷണൽ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഉപ്പ് നോക്കിയപ്പോൾ ഒരല്പം ഉപ്പിൻ്റെ ആവശ്യം കൂടി ഉണ്ട്. ഞാൻ എടുത്തു വെച്ചിരുന്ന ബാക്കിയുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഫ്രൈഡ് റൈസ് റെഡിയായി. ഇതിലേക്ക് ഇനി ഗ്രീൻ ഒണിയനും മല്ലിയിലയും ചേർത്ത് നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൈഡ് റൈസാണ്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം. കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും. മുട്ടയും ചോറും ഇത്തിരി സോസും എണ്ണയും മാത്രം മതി. വെജിറ്റബിൾസൊക്കെ നമുക്ക് ഓപ്ഷണലായിട്ട് ചേർക്കാവുന്നതാണ്. അവസാനം ഞാൻ എടുത്തു വച്ചിരുന്ന പെപ്പർ ചേർത്ത് കൊടുക്കുകയാണ്. ഇത് കറികളൊന്നും കൂടാതെ തന്നെ കഴിക്കാൻ പറ്റും. വളരെ ന്യൂട്രീഷ്യസുമാണ്. മുട്ട കൊണ്ട് കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും വെജിറ്റബിൾസും എല്ലാം ചേർന്ന് ഒരു നല്ല ആഹാരമായിട്ട് നമുക്കിതിനെ കഴിക്കാം. ഞാനിതിനെ ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് ഇപ്പോൾ മാറ്റുകയാണ്. വളരെ ഈസി ആയിട്ടും വളരെ ക്വിക്കായിട്ടും ഉണ്ടാക്കാവുന്ന ഒരു ഫ്രൈഡ് റൈസാണ്. നല്ല ചൂടോടെ ഇത് കഴിക്കാൻ വളരെ രുചികരമാണ്. നിങ്ങളുടെ വീട്ടിലൊക്കെ ഗസ്റ്റ് വരുമ്പോൾ ക്വിക്കായിട്ടൊരു വിഭവം ഉണ്ടാക്കാൻ ഇത് വളരെ ഉപകാരപ്രദമാണ്. അതുപോലെ കുട്ടികൾക്കും വളരെ ഇഷ്ടപ്പെടും. എന്നും അവർ കഴിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ആഹാരം അവർക്ക് കൊടുക്കാനും നല്ലതാണ്. അതുപോലെ മുട്ടയും വെജിറ്റബിൾസും എല്ലാം ഉള്ളതുകൊണ്ട് അത് വളരെ ന്യൂട്രീഷ്യസുമാണ്. ഈ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി നോക്കണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് എഴുതാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.